ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനെ എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 21 വ്യാഴാഴ്ച തിരുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമ ജനനായകന്റെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയമണി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം തമിഴ്നാട്ടിൽ പ്രീസെയിലായി 6 കോടിയും കർണാടകയിൽ 4.5 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 2 കോടി 30 ലക്ഷം രൂപയുടെ റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് പ്രീസെയിൽ ഇന്ന് രാവിലെയോടെ 28 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂലൈ 9 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 11 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം ഈ സിനിമ 11 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 7 കോടി 50 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 കോടി 45 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് $5,70,000 കളക്ട് ചെയ്തത്, അതായത് 5 കോടി 50 ലക്ഷം രൂപ. അങ്ങനെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 15 കോടി 45 ലക്ഷം രൂപയാണ്. അതേസമയം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 6,50,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 7 കോടി 56 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 15 കോടി 55 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വമ്പൻ തരംഗമായി മുന്നോട്ട് പോകുന്ന ഹോളിവുഡ് സിനിമയാണ് ദി ഒഡീസി. ജൂലൈ 17 തിരഞ്ഞെടുത്ത ഈ സിനിമ കേരളത്തിൽ മികച്ച വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 80 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് തന്നെ 5 കോടി 23 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ മാത്രം സ്വന്തമാക്കിയത്. കർണാടകയിൽ 13 കോടി 81 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 8 കോടി 84, ആന്ധ്രയിൽ 3 കോടി 85, തമിഴ്നാട്ടിൽ 7 കോടി 13 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ആദ്യ 4 ദിവസം കൊണ്ട് 85 കോടി 51 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് ഇന്ത്യയിൽ നിന്ന് ഷെയറായി 38 കോടി 56 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയുടെ ധമാൽ 4 നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 4 കോടി രൂപയാണ്. അങ്ങനെ 156 കോടി 37 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി 11 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് 20 കോടി 95 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 177 കോടി 32 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ആൽഫ. ഈ ചിത്രത്തിന്റെ 17 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 82,40,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 17 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 70 കോടി 78 ലക്ഷം രൂപയാണ്. വിദേശത്ത് 28 കോടി 1 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 98 കോടി 79 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിരിക്കുന്നത് 46 കോടി 73 ലക്ഷം രൂപയുമാണ്. ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ജൂൺ 26 തിയേറ്ററിൽ നിലവിൽ വിജയം സ്വന്തമാക്കിയ ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. ഈ സിനിമയുടെ 24 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നപ്പോൾ 159 കോടി 96 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 33 കോടി 13 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 193 കോടി 9 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 80 കോടി രൂപയ്ക്കാണ്. വേൾഡ് വൈഡ് ഷെയറായി 89 കോടി 18 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിക്കൽ പ്രോഫിറ്റായിട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 9 കോടി 18 ലക്ഷം രൂപയാണ്. ജൂലൈ 17 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് അൻപേ ഡയാന. ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 2 കോടി 97 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 4 ദിവസം കൊണ്ട് സിനിമ 2,69,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 3 കോടി 23 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 3 കോടി 55 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.